അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറ അൽ ബയ്യിന പഠനം ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബയ്യിനയുടെ ആമുഖമാണ് മനസ്സിലാക്കിയത്. ഇന്ന് നാം സൂറത്തുൽ ബയ്യിനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ സൂക്തം പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുഫക്കീൻ والمشركين منفكين حتى تأتيهم البينة. നാം ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം ദീർഘിച്ച ആയത്താണ് അല്ലേ. ഈ ആയത്തിൽ 14 വാക്കുകളെങ്കിലും ഉണ്ട്. നന്നായിട്ട് പാരായണം ചെയ്ത് പഠിക്കണം. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമം എന്താണ്? ലം യക്കുൻ, അവിടെ കട്ട് ചെയ്ത് വായിക്കണം അല്ലേ. ലം യക്കുൻ, ലം യക്കുനില്ലദീന എന്നാണ് കണക്ട് ചെയ്ത് വായിക്കേണ്ടത്. കഫറു മിൻ അഹ്ൽ, മിൻ അഹ്ൽ അവിടെയും മുറിച്ച് വായിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വരികയാണ്. അപ്പോൾ അവിടെ ഇൽഹാർ എന്ന് പറയും, വ്യക്തമായിട്ട് പറയണം. മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രികീന മുഫക്കീൻ, അവിടെ ആ നൂന് ശ്രദ്ധിച്ചില്ലേ? അതിന് സുക്കൂനുണ്ടോ? സുക്കൂനില്ല. അപ്പോൾ അവിടെ അടുത്ത അക്ഷരത്തിലേക്ക് ഫായിലേക്ക് മണിച്ച് മറച്ച് ലയിപ്പിച്ച് പാരായണം ചെയ്യണം. നൂന് മറക്കണം, വ്യക്തമാകരുത്. മുഫക്കീൻ എന്നാണ്. ഹത്ത തഅ്തിയഹും, ത എന്ന് വെളിവാക്കേണ്ടതില്ല, തഅ്തിയഹും എന്ന് പറഞ്ഞാൽ മതി. തഅ്തിയഹുമുൽ ബയ്യിന എന്നാണ്. പാരായണത്തിന് പ്രയാസമൊന്നും ഇല്ലാത്ത സൂക്തമാണല്ലേ. കുറച്ച് ദൈർഘ്യമുള്ള സൂക്തമാണ്. നാം നേരത്തെ മനസ്സിലാക്കിയ പോലെ ഈ ഒരു ആയത്തിൽ അല്ലാഹു തആല 3 വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് കാണാം അല്ലേ. ആരൊക്കെയാണ്? 1 സത്യനിഷേധികളാണ്, 2 വേദക്കാർ, 3 ബഹുദൈവവാദികൾ. ഇങ്ങനെ 3 വിഭാഗത്തെക്കുറിച്ചും ഈ ഒറ്റ ആയത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കിനി അർത്ഥം ശ്രദ്ധിക്കാം. ലം ഇല്ല, യക്കുൻ ആകുന്നു എന്നാണ്. രണ്ടും ചേർന്ന് വരുമ്പം ലം യക്കുൻ ആയിട്ടില്ല എന്നാണ്. ലം യക്കുൻ എന്ന് തന്നെ നേരത്തെ നമ്മളൊരു സൂറയിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? അതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം, ഞാൻ പറയുന്നില്ല. ലം യക്കുൻ അല്ലദീന കഫറു, സത്യനിഷേധികൾ. കഫറു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ അതിന് വേറൊരു രൂപം പഠിച്ചല്ലേ. ഒരു സൂറയുടെ പേര് തന്നെ പഠിച്ചില്ലേ, അൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ അവിടെ കാഫിർ എന്ന നൗൺ ഫോം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കഫറ എന്ന് വെർബായിട്ട് ക്രിയാരൂപത്തിലാണ് വന്നിരിക്കുന്നത്. അല്ലദീന കഫറു, സത്യനിഷേധികൾ എന്നാണ് അർത്ഥം. മിൻ ഇൽ നിന്ന്, അഹ്ലിൽ കിതാബ്, അഹ്ൽ ആൾക്കാർ എന്നർത്ഥമുണ്ട്, കുടുംബം എന്നർത്ഥമുണ്ട്. ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഒരു രീതിയാണ്. കിതാബ് പുസ്തകം അല്ലേ. അൽ കിതാബ് എന്ന് പറയുമ്പോഴോ വേദഗ്രന്ഥം എന്നൊരർത്ഥം അതിനുണ്ട്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാർ എന്നാണ് പറയാം, വേദക്കാർ. അപ്പോൾ അഹ്ൽ എന്തിൻ്റെ കൂടെയാണോ കണക്ട് ചെയ്യുന്നത് അവർ അതിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കാം. അഹ്ലു സുന്ന എന്ന് കേട്ടിട്ടില്ലേ? സുന്നത്തിൻ്റെ, പ്രവാചക ചര്യയുടെ ആൾക്കാർ എന്നായിരിക്കും അതിനർത്ഥം. അഹ്ലുൽ ഹദീസ്, ഹദീസിൻ്റെ ആൾക്കാർ എന്നൊക്കെ പറയും. അപ്പോൾ പൊതുവെ എന്തിനോടും കണക്ട് ചെയ്ത് പറയാം, അവർ അതിൻ്റെ ആളുകളാണ്. അഹ്ലുൽ കിതാബ്, അപ്പോൾ ഇവിടെ വേദക്കാർ എന്നാണ്. മിൻ അഹ്ലുൽ കിതാബ്, വേദക്കാരായ എന്നായിരിക്കും അർത്ഥം. വൽ മുശ്രിക്കീൻ, ബഹുദൈവവാദികളുമായ എന്നാണ്. അശ്റക യുശ്രിക്കു, അതിൻ്റെ അർത്ഥം ശരിക്കും പങ്കു ചേർത്തു എന്നാണ്. അറബി ഭാഷയിൽ കമ്പനിയിലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനൊക്കെ പറയുക ശരിക്ക എന്നാണ്. ശരിക്ക, കാരണം അവർ പരസ്പരം പങ്കു ചേർന്നുകൊണ്ട് ആണ് ആ ബിസിനസ് നടത്തുന്നത് അല്ലേ.
എന്ന് പറയും. അപ്പോൾ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റവാക്കി പറഞ്ഞാൽ അള്ളാഹുവിൽ മറ്റു പലതിനെയും പങ്കു ചേർക്കുക എന്നാണ്. അങ്ങനെ ചെയ്യുന്നവരെയാണ് മുശ്രിക്ക് എന്ന് പറയാം. നമുക്ക് പിന്നീട് വിശദീകരിക്കാം. വൽ മുശ്രിക്കീൻ, ബഹുദൈവവാദികളും, മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ എന്ന് പറയുമ്പോൾ വേദക്കാരും ബഹുദൈവവാദികളുമായ അല്ലദീന കഫറു, സത്യനിഷേധികൾ അല്ലേ. ലം യക്കുൻ, അവർ ആയിട്ടില്ല. എന്തായിട്ടില്ല? മുംഫക്കീൻ. ഇംഫക്ക എന്ന് പറഞ്ഞാൽ വിരമിക്കുക എന്നാണ് അർത്ഥം. ഒരു കാര്യത്തിൽ നിന്ന് അയാൾ റിട്ടയർ ചെയ്തു, അതിൽ നിന്ന് അത് അവസാനിപ്പിച്ച് പിന്മാറി എന്നൊക്കെയുള്ള അർത്ഥം. മുംഫക്കീൻ, അതിൽ നിന്ന് വിരമിക്കുന്നവർ എന്നാണ്. വിരമിക്കുന്നവർ ആയിട്ടില്ല. ഹത്ത, വരെ. തഅ്തി, അത, വന്നു എന്നാണ് അർത്ഥം. യഅ്തി, വരും. തഅ്തി, വരുന്നു. തഅ്തിയഹും, അവർക്ക് വരുന്നത് വരെ എന്നാണ് അർത്ഥം. അൽ ബയ്യിന, വ്യക്തമായ ദൃഷ്ടാന്തം. അത, വന്നു. നേരത്തെ ഒരു വാക്ക് ഏതാണ്ട് ഇതേ അർത്ഥത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ജാ അ, ഇദാ ജാ അ നസ്റുല്ലാഹി, ഓർക്കുന്നില്ലേ? അവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് സമാന പദമായിട്ട് നമുക്ക് അത എന്ന വാക്കിനെ കാണും. ഹത്ത തഅ്തിയഹും അൽ ബയ്യിന, വ്യക്തമായ എവിഡൻസ്, വ്യക്തമായ തെളിവ് അവർക്ക് വന്നെത്തുന്നത് വരെ എന്നാണ്. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? കാരണം അല്പം ദീർഘിച്ചായത്തായതുകൊണ്ട്. ശരിക്കും അവസാനത്തിൽ നിന്ന് ആദ്യത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ അർത്ഥം പറയാം. വ്യക്തമായ ദൃഷ്ടാന്തം തങ്ങൾക്ക് വന്നെത്തുന്നത് വരെ വേദക്കാരും ബഹുദൈവവാദികളുമായ സത്യനിഷേധികൾ അവരുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നവർ ആയിട്ടില്ല, വിരമിക്കുന്നവർ ആയിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ലം എന്ന വാക്കുണ്ടല്ലോ, അതിനൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചാണ്, അലം തറ കൈഫ പഠിച്ചതല്ലേ? അതുപോലെ സൂറ അൽ ഇഖ്ലാസിൽ പഠിച്ചിട്ടുണ്ട്. ലമ്മിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കാര്യം പാസ്റ്റ് ടെൻസിൽ നേരത്തെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്. ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, പോയിട്ടില്ല, അങ്ങനെ ചെയ്യുകയില്ല എന്നല്ല. അങ്ങനെ പറയുമ്പോൾ ഭാവി കാലമല്ലേ. അപ്പോൾ ലം യക്കുൻ, ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ ആയിട്ടില്ല. അല്ലദീന കഫറു, സത്യനിഷേധികൾ. മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും ബഹുദൈവവാദികളുമായ സത്യനിഷേധികൾ ആയിട്ടില്ല. മുംഫക്കീന, അവരുടെ തെറ്റായ നിലപാടുകളിൽ നിന്ന് വിരമിക്കുന്നവർ, അതിനെ വിട്ട് മാറുന്നവരായിട്ടില്ല. ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന, വ്യക്തമായ ദൃഷ്ടാന്തം വന്നെത്തുന്നതുവരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ, അൽ ബയ്യിന എന്നത് ആരെ പറ്റിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതുവരെ, പ്രവാചകനായിട്ട് വരുന്നതുവരെ ഈ വിഭാഗം ആളുകളൊക്കെയും വഴികേടിൽ തന്നെയായിരുന്നു. അവർ നന്നാവാൻ അവസരമുണ്ടായത് പ്രവാചകൻ്റെ വരവോടുകൂടിയാണ്. പക്ഷെ എല്ലാവരും നന്നായോ? ഇല്ല എന്ന് പിന്നീട് പറയും. ഏതായാലും അതുവരെ അവർ ദുർമാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നൊക്കെ തെറ്റിയിട്ട് വേറെ ഏതൊക്കെയോ വഴിയിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് ഈ ആയത്തിലെ 3 ആൾക്കാരെ ഒന്നുകൂടി പരിചയപ്പെടാം അല്ലേ. ഒന്ന് അല്ലദീന കഫറു, സത്യനിഷേധികൾ എന്ന് പറഞ്ഞവരാണ്. സൂറത്തുൽ കാഫിറൂനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉള്ള ഒന്നിനെ ഇല്ല എന്ന് നിഷേധിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. അള്ളാഹു ഇല്ല, പരലോകം ഇല്ല, ഇസ്ലാം ഇല്ല, ഇങ്ങനെ ഓരോന്നിനെയും തള്ളിപ്പറയാം. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളിൽ സത്യനിഷേധം ഉണ്ടാവും അല്ലേ. അതോട് കണക്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം എന്ന് മനസ്സിലാക്കുന്നില്ലേ, അതൊക്കെയും നിഷേധിച്ച് കഴിയുമ്പോൾ ഒരാൾ സത്യത്തെ തള്ളിപ്പറയുന്നവനാണ്. അത് അയാൾ മോശമാക്കിയിട്ട് പറയുന്നതൊന്നും അല്ല കേട്ടോ. അയാൾ കാഫിറാണെന്ന് പറയുമ്പോൾ അത് അയാളുടെ നിലപാട് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇന്നിപ്പോൾ ലിബറലിസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, എത്തിസ്റ്റ് അല്ലെ, യുക്തിവാദി എന്നൊക്കെ പറയും പോലെ അവർ സ്വീകരിച്ച ഒരു നിലപാട് കൊണ്ട് അവർക്ക് വരുന്ന ഒരു വിശേഷണം മാത്രമാണത്. അല്ലദീന കഫറു. അഹ്ലുൽ കിതാബ് നേരത്തെ നമ്മൾ പറഞ്ഞു, വേദം ലഭിച്ചവർ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ വേദഗ്രന്ഥം അവതരിച്ചിട്ടുണ്ടാകോ? ഉണ്ടാകാൻ ഇടയുണ്ട് അല്ലേ. കാരണം ഖുർആൻ പറയുന്നുണ്ട്, ഒരു സമൂഹവും മുന്നറിയിപ്പുകാരൻ വരാതെ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഭഗവത്ഗീത ദൈവിക ഗ്രന്ഥമായിരിക്കാം അല്ലേ.
അതിൽ ഏകദൈവത്വത്തിൻ്റേതായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവികമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരാണ് വേദക്കാർ എന്ന് പറയുന്നത്. ആ വേദക്കാർ മക്കയും മദീനയും ഒക്കെ ആയി ബന്ധിപ്പിച്ച് പറയുമ്പോൾ അവിടെ യഹൂദരും ക്രൈസ്തവരും ഉണ്ടായിരുന്നത് അല്ലേ. മൂസ അലൈഹിസ്ലാമിൻ്റെ അനുയായികളായിട്ട് അറിയപ്പെട്ടവരാണ് പിന്നീട് യഹൂദർ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതേപോലെ ഈസ അലൈഹിസ്ലാമിൻ്റെ അനുയായികളായിട്ട് അറിയപ്പെട്ടവരാണ് ക്രൈസ്തവരായിട്ട് പിൽക്കാലത്ത് മാറിയത് എന്ന് കാണാം. യഥാർത്ഥത്തിൽ അള്ളാഹു എല്ലാവരും വിളിച്ചത് എന്താണെന്നറിയാം? മുസ്ലിം, ദൈവസമർപ്പിതൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷെ പിന്നീട് പല സാഹചര്യങ്ങളാൽ അങ്ങനെ പേര് മാറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ, ഇതൊക്കെയാണ് ഖുർആനിൽ പേര് പറയപ്പെട്ടിട്ടുള്ള വേദങ്ങൾ. അപ്പോൾ ഇവരാണ് വേദക്കാർ. മുശ്രിക് എന്ന് പറയുമ്പോൾ അള്ളാഹു ഉണ്ട്, പക്ഷേ അള്ളാഹുവോടൊപ്പം മറ്റ് ചില ദൈവങ്ങളുണ്ട് എന്ന് കരുതുക. അത് ചിലപ്പോൾ വിഗ്രഹങ്ങളാകാം, രൂപങ്ങളാകാം, പ്രതിഷ്ഠകളാകാം, മനുഷ്യർ തന്നെ ആകാം. അതല്ലെങ്കിലോ നമ്മുടെയൊക്കെ അകത്തുള്ള ദേഹേച്ഛ എന്ന് പറയില്ലേ, തെറ്റായ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വഴിപ്പെടുമ്പോൾ അതും ഒരു ദൈവമാണ് എന്ന് പറയേണ്ടി വരും അല്ലേ. ദൈവം എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ മാത്രമുള്ളതാണോ? അല്ല, മറിച്ച് നമ്മൾ ആരുടെ കൽപ്പനയാണോ അനുസരിക്കുന്നത്, ആർക്കാണ് വഴിപ്പെടുന്നത്, അവനാണ് ദൈവം. അപ്പം ഞാൻ എനിക്ക് തന്നെ വഴിപ്പെടണം, എനിക്ക് തോന്നും പോലെ ഞാൻ ജീവിക്കും. അതല്ലേ ലിബറലിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു ദൈവമായിട്ട് മാറുകയാണ് അല്ലേ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. ചിലർ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ നിരീശ്വരവാദം, ഭൗതികവാദം, അങ്ങനെയൊക്കെയുള്ള പലതരം വാദങ്ങൾ. അപ്പോൾ അത് മറ്റൊരു ദൈവമായിട്ട് മാറും. അപ്പോൾ മുശ്രിക് എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകൻ മാത്രമല്ല, മറിച്ച് അള്ളാഹു അല്ലാത്ത എന്തിനൊക്കെയാണോ ഒരാൾ ജീവിതത്തിൽ കൂട്ടുപിടിക്കുന്നത്, തെറ്റായ വഴിയിലേക്ക് പോകാൻ അത് മുഖേന ശ്രമിക്കുന്നത്, അതൊക്കെയും ഈ മുശ്രിക് എന്ന് പറയുന്നതിൽ ഉൾപ്പെടും. ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന, അപ്പോൾ വ്യക്തമായ ദൃഷ്ടാന്തം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതുവരെ ഈ വിഭാഗം ആളുകളൊന്നും സത്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല, അല്ലെങ്കിൽ തെറ്റായ വഴിയിൽ നിന്ന് വിരമിക്കുന്നവരായിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ആയത്തുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ കൂടുതൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.